ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. പെൺകുട്ടികൾക്ക് താന്ന് നിൽക്കുന്നു, ആൺകുട്ടികൾക്ക് പൊങ്ങി നിൽക്കുന്നു. എന്തോന്ന് ഓപ്ഷൻ ഒന്നുമില്ല, കുസൃതി. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. പെണ്ണുങ്ങൾക്ക് താന്നും ആൺകുട്ടികൾക്ക് പൊങ്ങിയിരിക്കുന്നത്. മുടി. എന്റെ ജയ്സ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കയ്യുന്നുണ്ടോ? എനിക്കില്ല, അവൻക്കുണ്ട്. ലൈന്റെ പേരെന്താ? ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? ഒന്നൊന്നല്ലല്ലോ, നാളിലൊക്കെ ഉണ്ട്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഒന്നൊന്നല്ലല്ലോ, നാളിലൊക്കെ ഉണ്ട്. 4 എണ്ണോ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ. പേരെന്താ? പേര് ഒന്നിന്റെ റിയ, ഇവിടെ മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി വരങ്ങി നിൽക്കുന്നു. ഒന്നിന്റെ ഏഞ്ചലി, കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഒന്നിന്റെ ആയിഷാനി. കഴിഞ്ഞോ? ഇല്ല സാർ. രാത്രി മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിനക്കല്ലേ കയ്യുന്നുണ്ട്? എനിക്കില്ല. ഗേൾ ഫ്രണ്ടാ പെണ്ണാ അതൊന്നും പറ്റൂല, മമ്മി ചീത്ത പറയും. എനിക്കില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആദ്യം ഉണ്ടായിരുന്നു, ഇല്ല. ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? ആദ്യം ഉണ്ടായിരുന്നു, ഇല്ല. ഇതായത് ചേച്ചി ചേച്ചാ എങ്ങനെ? വേറെ ആളോടെ പോയി. കൊതുകിനുമില്ലേ ക്രിമികടി? ശരി, ഇതൊക്കെ വീട്ടിലേ അറിയോ? വീട്ടിൽ ഇപ്പത്തെ അറിയില്ല, ബാക്കിയുള്ള അറിയാം. ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാം. സന്തോഷായി, നല്ല സന്തോഷായി. പോരെ തരട്ടെ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? ഞാനിപ്പ വരാവേ. നാളെ ലീവ് വേണമായിരുന്നു. ലീവിന്റെ കാര്യമേ. ജോലി കയറിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, നിനക്കിപ്പോ എന്ത് ലീവ്? 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. നാളെ എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ബോസേ. അമ്മയുടെ ബർത്ത്ഡേ? അതെ അതെ. അമ്മയെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകണം, ഒരു അർച്ചനയൊക്കെ ചെയ്യിപ്പിക്കണം. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. പിന്നെ ബീച്ചിൽ കൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കും. എന്റെ അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ ബോസ്. എന്റെ പൊന്നുനായിട്ട് അവരൊക്കെ അറിയിക്കണം. നിന്നെപ്പോലൊരു മോനെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യം. അമ്മച്ചി, ഈ അമ്മച്ചി പുണ്യം ചെയ്ത അമ്മച്ചിയാ. നീ പഠിച്ചു. ഇതാടാ നിന്റെ അമ്മ. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. അടിയെങ്കി അടി. അടി അടിയടാ, അടി അടിച്ചു കൊല്ലടാ, അടിച്ചു കൊല്ലി. അങ്ങനെ തന്നെ. ഐ കാം പ്രിപ്പയർഡ്. കം ഫിസ്റ്റ് ഫൈറ്റ്. എന്റെ ബസ്സിക്ക് ഇത്തിരി ഐസ്ക്രീം വാരി കൊടുക്കാനാണ് ഞാൻ കള്ളം പറഞ്ഞ് ലീവ് എടുത്തത്. അതിനിപ്പോ എന്തിനാണ് കുഴപ്പം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണോട്ട് കണ്ടതാ. ഇത് ഇന്നലെയും തുടങ്ങിയ ബന്ധല്ല, ഇത് മറ്റത് പ്രേമം. ഇവിടെ വായിച്ചോ. പക്ഷെ നീ ലീവ് എടുത്തിട്ട് എന്റെ ഭാര്യക്ക് എന്തുണ്ടാ ഐസ്ക്രീം വാരി കൊടുക്കണം? ഞാൻ ഒരു ചായ കുടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും മാപ്പ് തരണം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. പോവാൻ ചേട്ടാ. പോവാൻ ജാഫ്രിക്ക. അവൻ ഇതിന്റെ ഉള്ളിൽ നൂരിപ്പോയി. ഭാര്യ നീ സോണിയ നമ്മൾ എന്നാടും ഗൂഫിയാടാ. ഇനി നീ എന്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പന നിറങ്ങിയ പിറ്റേന്ന് തന്നെ നിന്റെ ശവം ഈ കായലിൽ പൊന്തു. മെസ്സേജ് അയക്കുമ്പോ മാത്രം റൊമാൻസ്, നേരിട്ട് കാണുമ്പോ ഒരു കോപ്പൂല. അയ്യോ കാര്യമില്ലടാ. അതെ, നിങ്ങൾ പൊക്കോളൂ, ഞാനിനി ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഓ, അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു കിസ് തരാനായിരിക്കും. കൊച്ചു കള്ളൻ തന്നോ? അതൊരു മടിയുണ്ടാവും.
പിന്നെ അത് ശീലമായിക്കുള്ളൂ. ഒരു സെക്കൻഡ്. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും ഒരാളെ പൈസ കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഷെയർ ചെയ്യും. ഇതാ നമുക്ക് ചെലവായതിന്റെ കണക്കാ. ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. അപ്പൊ എന്താന്ന് വെച്ചാ പകുതിങ്ങ് തരണേ. അവരവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ് അവരവര് തന്നെ കൊടുക്കും. ഗൂഗിൾ പേ അയച്ചാ മതി. എന്റെ കയ്യില് കാശ് കമ്മിയാണ്, അത് കിട്ടിയ കൊള്ളായിരുന്നു. ബെസ്റ്റ്. കഷ്ടം. പണിയില്ലാത്ത നമുക്ക് ദൈവം കൊണ്ടെത്തുന്ന അന്നമാടാ ഇത്. വന്നേ, നീ വാ. എന്നാ പ്ലാൻ? ഞാൻ ക്യാമറ ഓൺ ചെയ്യ്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഓക്കെ, നമ്മളൊരു ക്യൂട്ട് കുട്ടി കണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കുട്ടിയുടെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഹായ് ഹായ് ഹായ്. എന്നെ മനസ്സിലായോ? കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ആളല്ലേ? ഞങ്ങളൊരു കോൺടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, എന്തായിരുന്നു പേര്? ആമി. ഓക്കെ, കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ഇയാൾക്ക് ഉത്തരം പറയാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്ലാപ്പ് മീ. കൊള്ളാലോ കളി. അടുത്തത് പോരട്ടെ. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ എ ഡേറ്റ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാടുള്ള ജില്ല ഏതാണ്? ഞാനൊരു ഇടുക്കിക്കാരിയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം ഏതാണ്? പറ. അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. എല്ലാം ചടപടേന്നായിരുന്നു. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കുട്ടി ജയിച്ചേട്ടാ, കുട്ടി കളി ജയിച്ചു. പോവാ. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. വഴി കാണുന്ന പൂവെല്ലാം പറിക്കാൻ നിൽക്കരുത് കേട്ടാ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ക്വസ്റ്റ്യൻ കുറച്ച് സോഫ്റ്റ്. അട്ടി നല്ല ഹാർഡായിരുന്നു കേട്ടാ. അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. കിട്ടിയത് പോലെ ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ ഒന്നോളാം. ഞാൻ നിൽക്കില്ല. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് എവിടെയാണെന്ന് അറിയാം? കൊല്ലക്കാരനാണല്ലേ? എങ്ങനെ മനസ്സിലായി? ഡേറ്റ് ഇല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോയല്ല. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? എടോ, താനെന്തേ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഞാൻ പോകുന്നു. ബൈ ബൈ. താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ്, ഞാനവനെ അറിയൂല. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്ത് ഞാൻ പല്ല് കഴിച്ചോളേ. നീ എന്തായാലും ഭാവി കല്യാണം ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും സംശയമുണ്ടോ? കല്യാണം കഴിക്കും. അപ്പൊ കല്യാണം ചെയ്യാൻ ചെറുക്കാൻ കുറച്ച് സങ്കല്പങ്ങൾ കാണത്തില്ലേ? അതെന്തൊക്കെയാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോഡിൽ വെച്ചാണോ സംസാരിക്കുക? എനിക്ക് അത്യാവശ്യം നീളം വേണം. നീളം എന്ന് പറയുമ്പോ അത്യാവശ്യം വേണം. എന്നാലും അത്യാവശ്യം വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹൈറ്റ് വേണം. ഓക്കെ. ഹൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിരിക്കും. നിറ ചെയ്താലും കുഴപ്പമില്ല. അതെ. പിന്നെ എന്നെ പറ്റിക്കരുത്. മെയിനായിട്ട് അതാ. ഇപ്പൊ അവിഹിതം, ഇപ്പൊ എന്നെ വെച്ചിട്ട് വേറെ അങ്ങനെ പറ്റിക്കരുത്. ഞാൻ അത്രക്കാരൻ അവിഹിതം, ഇപ്പൊ എന്നെ വെച്ചിട്ട് വേറെ അങ്ങനെ പറ്റിക്കരുത്. പറ്റിക്കാൻ പാടില്ല ഒരിക്കലും. ഒരിക്കലും പാടില്ല. ഭർത്താവ് ഒരാളെ കൊന്നാലും കൊള്ളയടിച്ചാലും ഒക്കെ ഏത് ഭാര്യയും സഹിക്കും. പക്ഷേ വിശ്വാസവഞ്ചന ലോകത്ത് ഒരു ഭാര്യയും സഹിക്കില്ല. ഇപ്പൊ എന്നെ വെച്ചിട്ട് വേറെ അങ്ങനെ പറ്റിക്കരുത്. പറ്റിക്കാൻ പാടില്ല ഒരിക്കലും. ഒരിക്കലും പാടില്ല. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. പറ്റി നീ എന്ത് ചെയ്യും?
പിന്നെ നല്ല റൊമാൻറ്റിക് ആയിരിക്കണം. ഭവാനി ഇപ്പൊ ഞാൻ റൊമാൻറ്റിക് ആയിരിക്കണം. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പിന്നെ ആണെങ്കിൽ പട്ടി സ്നേഹം ഉണ്ടായിരിക്കണം. അത് മെയിൻ ആണ്. പട്ടി സ്നേഹം ഉണ്ടായിരിക്കണം. ഡോഗ് ലവർ ആയിരിക്കണം. ദിസ് പട്ടി ആൻഡ് ദാറ്റ് പട്ടി വെരി മാച്ച്. എത്ര പട്ടിയെങ്കിലും വേണം മിനിമം? ഒരു 5 പട്ടി. ജീവിതം നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ അതും സംഭവിച്ചു. പിന്നെ തടിയും മീശയും വേണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പിന്നെ എനിക്ക് 6 പിള്ളേർ വേണം. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. 6 പിള്ളേർ വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടം, ആഗ്രഹം എനിക്ക് 6 പിള്ളേർ വേണം എന്നുള്ളത്. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. 6 പിള്ളേർ വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടം, ആഗ്രഹം എനിക്ക് 6 പിള്ളേർ വേണം എന്നുള്ളത്. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. ആഗ്രഹമുണ്ട്. ഓക്കെ, അയാളാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ആളാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.